സജീവമായിട്ട് സ്വലാത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ സ്വലാത്ത് ചെല്ലിയാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ കഴിയും. പക്ഷേ സ്വലാത്ത് ചെല്ലുമ്പോൾ നിഷ്കളങ്കത വേണം, മറ്റുള്ള ചിന്തകൾ വരാൻ പാടില്ല. സ്വലാത്തിൽ തന്നെ ആയിരിക്കണം. പല ചിന്തകളുമായി സ്വലാത്ത് ചെല്ലുന്നതുകൊണ്ട് വലിയ കാര്യമില്ല. ചിലരെ മനസ്സിലാക്കും ദിയാവോടുകൂടെ സ്വലാത്ത് ചെല്ലിയാലും കൂലിണ്ട്. അത് ആര് പറഞ്ഞതാ? ദിയാവ് ഒന്നിനും പാടില്ല. ദിയാവ് വൻ ദോഷമാണ്, വൻ കുറ്റമാണ്. അപ്പോ സ്വലാത്ത് ചൊല്ലുന്നിടത്തും റിയാവ് പാടില്ല. അങ്ങനെ ആരോ പണ്ട് തട്ടിവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചിലർ സ്വലാത്തിൽ റിയാവോടുകൂടെ സ്വലാത്ത് ചൊല്ലാറുണ്ട്. അത് വൻ കുറ്റാണ്, വലിയ തെറ്റാണ് ചെയ്യുന്നത്. ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഞാൻ ഇത്ര സ്വലാത്ത് ചൊല്ലി, ഞാൻ 1,00,000 സ്വലാത്ത് ചൊല്ലി, 1 കോടി സ്വലാത്ത് ചൊല്ലി, അല്ലെങ്കിൽ തെഹ്ലീൽ ചൊല്ലി, അല്ലെങ്കിൽ ഖത്മ് ഓതി എന്നൊക്കെ പറയുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ നല്ല നിയ്യത്ത് വേണം അതിന്. ഞാൻ ചെയ്ത അമൽ എടുത്തു പറയുക എന്നുള്ള ആ മോശപ്പെട്ട ചിന്ത നമ്മുടെ മനസ്സിലൊന്നും ഒരിക്കലും വരാൻ പാടില്ല. വാട്സപ്പ് ഗ്രൂപ്പ് നല്ലത് തന്നെയാണ്, ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുമാണ്. പക്ഷെ അത് ഇങ്ങനെ ഒരു ലോകമാന്യത്തിന് വേണ്ടിയായി മാറുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. അത് നമുക്ക് ഉപകാരത്തിനേക്കാൾ ഉപദ്രവം ചെയ്യും. അപ്പോൾ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, മറ്റു ചിന്തകൾ അതിൽ നിന്ന് ഒഴിവാക്കുക. 2, സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഞാൻ ഈ സ്വലാത്ത് ചൊല്ലുന്നത് കാണുന്നുണ്ട് എന്ന് മനസ്സിൽ ഉറപ്പിക്കണം. കാരണം ഒരു ഹദീസിലുണ്ട്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, ഒരാൾ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ നിങ്ങളെയും സ്വലാത്ത് ചൊല്ലുന്നവനെയും സ്വലാത്ത് ചൊല്ലുന്ന ശബ്ദത്തെയും അത് എന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നു. അപ്പൊ സ്വലാത്ത് ഞാൻ കാണും, സ്വലാത്ത് ചൊല്ലുന്നവനെയും കാണും, സ്വലാത്ത് ചൊല്ലുന്നതും ഞാൻ കേൾക്കും. അതുകൊണ്ട് നിങ്ങൾ നല്ല ഭംഗിയുള്ള രൂപത്തിൽ സ്വലാത്ത് ചൊല്ലണം, നല്ല ഭംഗിയിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് നിർദ്ദേശം കാണാം. സ്വലാത്തിന് പല രൂപങ്ങളും ഉണ്ട്, പല സ്വീകകളുണ്ട്, പല പദപ്രയോഗങ്ങളുണ്ട്, പല രൂപത്തിലുള്ള സ്വലാത്തും പല പേരുകളിലും പുണ്യവുമുള്ള സ്വലാത്തുകളും ഒക്കെയുണ്ട്. ഏത് സ്വലാത്ത് ചൊല്ലുമ്പോഴും റസൂലുള്ളാഹിനെ മുമ്പിൽ കണ്ടുകൊണ്ട് സ്വലാത്ത് ചൊല്ലണം. അപ്പോ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട ആളുകളാണെങ്കിൽ ആ സ്വപ്നം കണ്ട ആ രൂപം ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നിട്ടാവണം സ്വലാത്ത് ചൊല്ലുന്നത്. ബുർദ ചൊല്ലേണ്ടതും അങ്ങനെ തന്നെയാണ്. ബുർദയും സ്വലാത്താണ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് എല്ലാം സ്വലാത്താണ്. സ്വലാത്തിന് 2 അർത്ഥമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു എന്ന് പറഞ്ഞതിന് ബുഖാരി കൊടുത്ത അർത്ഥം നിങ്ങൾ മദ്ഹ് ചെയ്യുക എന്നാണ്. അപ്പൊ ബുർദ അതാണ് സ്വലാത്ത്. ഷറഫുൽ അനാം അത് സ്വലാത്താണ്. നിങ്ങൾ ഷറഫുൽ അനാം ഖത്തം തീർത്തു, അതിന്റെ ദുആയും കൂടെ ഒന്ന് വേണമെന്ന് നമ്മളെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സ്വലാത്താണ്. അതുപോലെ നാരിയത്ത് സ്വലാത്ത് സ്വലാത്താണ്. നിങ്ങൾ ഏത് സ്വലാത്ത് ചൊല്ലിയാലും അതൊക്കെ സ്വലാത്ത് തന്നെയാണ്. ഈ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ട ആളുകളെ സ്വപ്നത്തിലെങ്കിലും കണ്ട ആളുകളാണെങ്കിൽ അവർ ആ രൂപം ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ചൊല്ലിയാൽ വീണ്ടും വീണ്ടും നബിത്തങ്ങളെ കാണാൻ അത് കാരണമാവും. പിന്നെ നബിത്തങ്ങളെ സ്വപ്നം കാണാത്ത ആളുകളാണെങ്കിൽ കിതാബുകളിലും പുസ്തകങ്ങളിലൊക്കെ റസൂലുള്ളാഹിന്റെ ഭംഗി വായിച്ചവർ ആണെങ്കിൽ ആ ഭംഗി ഇങ്ങനെ മനസ്സിൽ നമുക്ക് അത്രയും ഭംഗിയുള്ള ഒരു വ്യക്തിയെ നമുക്ക് മനസ്സുകൊണ്ട് ചിത്രീകരിക്കാൻ കഴിയും. അങ്ങനെ ഒരു വ്യക്തിയെ മനസ്സിൽ ഇങ്ങനെ കണ്ടിട്ട് സ്വലാത്ത് ചൊല്ലണം എന്നാണ്. അതിന് സാധിക്കാത്തവരുണ്ടായേക്കാം, പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ചിത്രീകരണത്തിന് കഴിയാത്തവരുണ്ടാവാം. അങ്ങനത്തെവരാണെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖുബ്ബത്തു ശരീഫത്ത്, ആ പച്ച കുബ്ബ നിങ്ങൾക്കറിയാമല്ലോ, ആ ഖുബ്ബത്തു ശരീഫത്ത് മനസ്സിൽ കൊണ്ടുവന്ന് നിങ്ങൾ ചൊല്ലണം. അതിന് കഴിയാത്തവരാണെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ഫോട്ടോ, ഖബർ ഷരീഫിന്റെ ഫോട്ടോ, ഖബർ ഷരീഫ് എന്ന് പറഞ്ഞാൽ ആ റസൂലുള്ളാഹിയുടെ ഖബർ നിലകൊള്ളുന്ന ആ റൂമിന്റെ ആ ഗിൽസൊക്കെ നിൽക്കുന്ന ആ ഫോട്ടോ ഇന്ന് നെറ്റിലൊക്കെ കിട്ടും. കുബ്ബയുടെ ഫോട്ടോ കിട്ടും, ആ ഖബർ ഷരീഫ് നിലകൊള്ളുന്ന ആ ഗിൽസ് ഒക്കെ നിൽക്കുന്ന ആ ഫോട്ടോ കിട്ടും. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ഭാഗം തൊട്ടടുത്ത് സിദ്ദീഖുൽ അക്ബറിന്റെ ഖബറിന്റെ ഭാഗം, തൊട്ടടുത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ ഖബറിന്റെ ഭാഗം അത് കിട്ടും. അതിങ്ങനെ അവിടെ ഇങ്ങനെ ചിന്തിച്ചിട്ട് അത് മനസ്സിൽ കൊണ്ടുവന്നിട്ടെങ്കിലും സ്വലാത്ത് ചൊല്ലണം. ഇതൊന്നുമില്ലാതെ, ചിന്ത ഒന്നുമില്ലാതെ സ്വലാത്ത് ചൊല്ലിയാൽ അത് നിർജീവമായ സ്വലാത്താണ്, ജീവനില്ലാത്ത സ്വലാത്താണ്, മയ്യിത്തായ സ്വലാത്താണ് എന്ന് ആരിഫീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ കരീമുൽ ജീലാനി റളിയല്ലാഹു അൻഹു, നമ്മളെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരക്കുട്ടി, അവർ പ്രത്യേകം ഈ കാര്യം ഉണർത്തിയിട്ടുണ്ട്. അങ്ങനെ നിർജീവമായ സ്വലാത്തായി പോകരുത് എന്ന്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സ്വലാത്തിൽ
സ്വലാത്ത് ചൊല്ലുമ്പോൾ ആർക്കും തോന്നരുത് ഞാൻ ഈ സ്വലാത്ത് ചൊല്ലലിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ കുറെ നന്മ അങ്ങോട്ട് ചെയ്തു കൊടുത്തു, ഞാനിപ്പോൾ റസൂലുള്ളാഹിക്ക് വലിയൊരു സംഭവം ഞാൻ ചെയ്തു കൊടുത്തിരിക്കുകയാണ്, വലിയൊരു സേവനം ഞാൻ ചെയ്തു കൊടുത്തിരിക്കുകയാണ്, ഞാൻ ഈ സ്വലാത്ത് ചൊല്ലലിലൂടെ റസൂലുള്ളാഹിക്ക് ഭയങ്കര സ്ഥാനമാനങ്ങൾ കൂടിയിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും തോന്നാൻ പാടില്ല. അങ്ങനെ അല്ലാഹു തആല നമ്മെ പുറത്തു ചെയ്യും, നമ്മെ അവഗണിക്കുമെന്നാണ് ആരിഫീങ്ങൾ പറയുന്നത്. മറിച്ച് നമ്മളെന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവും, നമുക്ക് ഒരു സതുദ്ദേശം, ആ സതുദ്ദേശം നടക്കാൻ വേണ്ടി, കേവലം ആ സതുദ്ദേശം നടക്കാൻ വേണ്ടി എന്ന് വിചാരിച്ചിട്ടും സ്വലാത്ത് ചൊല്ലാൻ പാടില്ല. മറിച്ച് ഞാൻ സ്വലാത്ത് ചൊല്ലുന്നത് ഇത് എൻ്റെ ഒരു ബാധ്യതയാണ്, റസൂലുള്ളാഹിയോട് ഞാൻ കാണിക്കേണ്ട ഒരു ബഹുമാനമാണ്, ഇതെൻ്റെ ഒരു ബാധ്യതയാണ്, ഞാൻ റസൂലുള്ളാഹിയോട് ഒരു ഖാദിമാണ്, സേവകനാണ്. ആ രൂപത്തിൽ അത് മാത്രം മനസ്സിൽ കരുതിയിട്ട് ചൊല്ലിയാൽ മതി. അങ്ങനെ ചൊല്ലിയാൽ നമ്മുടെ ഉദ്ദേശമൊക്കെ വീടും, അത് ഉറപ്പ് ഹദീസിൽ വന്നതാണ്. അതിനെപ്പറ്റിയൊന്നും വിശദീകരിക്കാൻ സമയമില്ല. അപ്പൊ സ്വലാത്ത് ചൊല്ലുന്നവർ ഒരിക്കലും നബി തങ്ങൾക്ക് ഞാനൊരു നന്മ ചെയ്തു കൊടുക്കുന്നു, എന്റെ ഭാഗത്തുനിന്ന് ഒരു നന്മ ചെയ്തു കൊടുക്കുന്നു എന്ന് ഒരിക്കലും ഉദ്ദേശിക്കരുത്. മറിച്ച് എനിക്ക് നന്മ കിട്ടട്ടെ എന്നും കരുതാൻ പാടില്ല. കിട്ടും, അത് ഉറപ്പ്. പക്ഷെ കരുതേണ്ടത് ഞാൻ കേവലം റസൂലുള്ളാഹിനെ മഹബത്ത് വെച്ചിട്ട്, എന്റെ മഹബത്ത് പ്രകടനത്തിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് നിയ്യത്ത് വെച്ചിട്ടായിരിക്കണം സ്വലാത്ത് ചൊല്ലേണ്ടത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു, സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയ ഒന്ന് റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കുമെന്ന. സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട ഉപകാരം ചിലർ സംശയം ചോദിച്ചുടായില്ല. മൻ റആനി ഫിൽ മനാമി ഫസയറാനി യഖളതൻ വലാ യതമസ്സലു ബി അശ്ശൈത്വാൻ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, എന്നെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ എന്നെ അവൻ തീർച്ചയായും അവൻ ഉണർവിയിൽ കാണും മരിക്കുന്നതിന്റെ മുമ്പ്. മഹാന്മാർ പറയുന്നത്, നല്ല ആളുകൾ സുന്നത്തൊക്കെ ഇത്തിബാആകുന്ന എടുക്കുന്ന ആളുകളാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് എത്രയോ പ്രാവശ്യം അവൻ ഉണർവിയിൽ കാണും. ഇനി സുന്നത്ത് എടുക്കാത്തവനോ അല്ലെങ്കിൽ വലിയ വിവരമുള്ള ആളൊന്നും അല്ലെങ്കിൽ അവൻ മരിക്കുന്ന സന്ദർഭത്തിൽ ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുക്കൽ ഉണർവിയിൽ വരും. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിക്കണം. റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണണമെങ്കിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോളി. ഈ റസൂലുള്ളാഹിനെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ അത് ഏത് രൂപത്തിലാണ് കാണേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിലുണ്ടായിരുന്നപ്പോൾ സ്വഹാബത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നപ്പോൾ അതേ രൂപത്തിൽ കാണണോ? അത് കണ്ടോളണമെന്നില്ല. അത് കാണണമെങ്കിൽ എല്ലാവർക്കും അത് കാണാൻ സാധിച്ചോളണമെന്നില്ല. റസൂലുള്ളാഹിയെ 6 വിധത്തിൽ കാണാൻ കഴിയും. രൂപം 1,24,000 അമ്പിയാക്കന്മാരുണ്ട്. അത്ര എണ്ണം ഔലിയാക്കന്മാർ എല്ലാ സമയത്തുമുണ്ട്. ഒരു വലിയങ്ങ് മരിക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് വേറൊരു വലിയനെ അല്ലാഹു തആല കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ 1,24,000 അമ്പിയാക്കന്മാരുടെ രൂപത്തിൽ റസൂലുള്ളാഹി സ്വപ്നത്തിൽ വരും, ഉണർവിയിലും വരാം. അതുപോലെ ആ ഔലിയാക്കന്മാരുടെ രൂപത്തിലൊക്കെ അത്ര ഔലിയാക്കന്മാരുണ്ട്. ലോകത്തുള്ള കറുത്ത ഔലിയാക്കന്മാരില്ലേ, വെളുത്ത ഔലിയാക്കന്മാരില്ലേ, പല നിറത്തിലും പല രൂപത്തിലുള്ള ഔലിയാക്കന്മാരില്ലേ, അവരുടെയൊക്കെ രൂപത്തിൽ റസൂലുള്ളാഹിയെ സ്വപ്നത്തിൽ കാണാം, ഉണർവിയിലും വരാം എന്ന് ആരിഫീങ്ങൾ, അതിനെപ്പറ്റി അറിവുള്ള ആരിഫീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയം വിശദീകരിക്കാൻ സമയമില്ല. മൗലിദുൽ ഹുസ്നൈനി എന്ന് പറഞ്ഞൊരു മൗലിദ് ഈ അടുത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ മൗലിദിന്റെ 21ാമത്തെ ഹിസ്ബില് പണ്ഡിതന്മാരോട് ചോദിച്ച അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ, റസൂലുള്ളാഹി എങ്ങനെയൊക്കെ സ്വപ്നത്തിൽ കാണാം, റസൂലുള്ളാഹിയുടെ യഥാർത്ഥ അല്ലാത്ത രൂപത്തിൽ സ്വപ്നത്തിൽ കണ്ടാലും അത് റസൂലുള്ളാഹിനെ തന്നെയാണ് സ്വപ്നം കാണുന്നത്. അക്കാര്യത്തിൽ ആലിമീങ്ങൾക്ക് തർക്കമുള്ളത് റസൂലുള്ളാഹിന്റെ യഥാർത്ഥ രൂപമല്ലാത്ത കറുത്ത രൂപത്തിലോ വേറെ രൂപത്തിലോ കണ്ടാൽ ആ കാണുന്നതിന് ഒരു വ്യാഖ്യാനം ഉണ്ടാവും. റസൂലുള്ളാഹിന്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടാൽ പിന്നെ അവിടെ വ്യാഖ്യാനമൊന്നുമില്ല. എന്താണോ റസൂലുള്ളാഹി സ്വപ്നത്തിൽ പറഞ്ഞ അതന്നെ മനസ്സിലാക്കാനുള്ളൂ. അതേസമയത്ത് ആ രൂപത്തിലല്ലാതെ കണ്ടാൽ അത് വ്യാഖ്യാനത്തിന്റെ ആവശ്യമുള്ള സ്വപ്നമാണ് എന്നേ ഉള്ളൂ. റസൂലുള്ളാഹിനെ അല്ല കണ്ടത് എന്ന് ആർക്കും അഭിപ്രായമില്ല എന്നാണ് ആ വിഷയത്തെപ്പറ്റി പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും റസൂലുള്ളാഹിന്റെ യഥാർത്ഥ മുഹിബ്ബീങ്ങൾ പെടുത്തട്ടെ. റസൂലുള്ളാഹിനെ പലതവണ നമുക്കെല്ലാവർക്കും സ്വപ്നത്തിൽ ഉണർവിയിലും അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഈ ഗ്രൂപ്പിലുള്ള 10,000 കണക്കിനുള്ള ആളുകൾ സ്വലാത്ത് മുത്തനബിന്റെ മദ്ഹും സ്വലാത്തും
പ്രത്യേകം ഗൗനിക്കുന്ന ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല അതിനുള്ള മഹത്തായ ഭാഗ്യം തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.